നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് കാരണം കടബാധ്യതയെന്ന് ഉറപ്പിച്ചു പോലീസ്. കേസിൽ പോലീസിന്റെ അന്വേഷണം പൂർത്തിയായിരിക്കുകയാണ്. കേസിലെ ഏകപ്രതിയായ അഫാന്റെ കുടുംബത്തിന് 48 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. അന്വേഷണം പൂർത്തിയായതിനു പിന്നാലെ കുറ്റപത്രം തയ്യാറാക്കൽ നടപടികളിലേക്ക് പോലീസ് കടന്നു. അടുത്ത മാസത്തോടെയായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക. അമ്മയും വല്യമ്മയും സഹോദരനും ബന്ധുക്കളും കാമുകിയും അടക്കം 6 പേരെയാണ് അഫാൻ ചുറ്റികയ്ക്ക് അടിച്ചു വീഴ്ത്തിയത്. കടം വീട്ടാൻ സഹായിക്കാതിരുന്നതോടെയാണ് വല്യമ്മ, പിതൃസഹോദരന്റെ ഭാര്യ എന്നിവരെ കൊലപ്പെടുത്തിയെന്നും പണയം വെച്ച സ്വർണം തിരികെ ചോദിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് കാമുകിയെ കൊലപ്പെടുത്തിയതെന്നും പോലീസ് പറയുന്നു. 15 പേരിൽ നിന്നായാണ് കുടുംബം പണം കടം വാങ്ങിയിരുന്നത്. കടബാധ്യതയാണ് കൊലപാതകത്തിന് കാരണമെന്ന അഫാന്റെ വാദം പിതാവ് നിഷേധിച്ചിരുന്നുവെങ്കിലും കുതിച്ചുയർന്ന കടവും കടക്കാർ പണം തിരികെ ചോദിച്ചതിലെ ദേഷ്യവുമാണ് കൊലപാതകത്തിന് കാരണമായി അന്വേഷണ സംഘം കണ്ടെത്തിയത്. ബന്ധുക്കളിൽ നിന്നായി 16 ലക്ഷം രൂപയും 17 ലക്ഷം രൂപയുടെ ഹൌസിംഗ് ലോണും 3 ലക്ഷം രൂപയുടെ പേഴ്സണൽ ലോണും 1.5 ലക്ഷത്തിന്റെ ബൈക്ക് ലോണും 10 ലക്ഷത്തിന്റെ പണയം എന്നിങ്ങനെയായിരുന്നു കടം. അഫാൻ ഏകപ്രതിയായ കേസിൽ അമ്മ ഷെമീനെ മുഖ്യ സാക്ഷിയാക്കും. കൊലപാതകത്തിന്റെ കാരണം കൂടാതെ സമയക്രമവും പോലീസ് ഉറപ്പിച്ചു. ഫെബ്രുവരി 24 രാവിലെ 10:30 അമ്മയെ ആക്രമിച്ചു. 11:30 വല്യമ്മയും 1:30ക്കും 2:00-നിമിടയിൽ പിതൃസഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തി. പിന്നീട് ബാറിൽ പോയി മദ്യപിച്ച ശേഷം വൈകിട്ട് 4:15 ഫർസാനെയും 4:45 അനിയനെയും ആക്രമിച്ചുവെന്നാണ് കണ്ടെത്തൽ. കൊല്ലപ്പെട്ട സുഹൃത്ത് ഫർസാനയുടെ സ്വർണം അഫാൻ പണയം വെച്ചതും പോലീസ് കണ്ടെടുത്തു. കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ നിന്ന് പോലീസിന് ലഭിച്ച വിരലടയാളങ്ങൾ അഫാന്റേതുമായി യോജിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ ചാറ്റുകളുമായി ബന്ധപ്പെട്ട് അഫാനെ ചോദ്യം ചെയ്തിരുന്നു. 15 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് നീക്കം. എന്നാൽ അഫാന്റെ മാതാവ് ഷെമി നൽകിയ മൊഴികളിൽ ചിലത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ലെന്നാണ് വിവരം. സംഭവ ദിവസം രാവിലെ ചായ കുടിച്ചതിനു ശേഷം ഓർമ്മയില്ല എന്ന് ഷെമി പറഞ്ഞതിൽ പൊരുത്തക്കേടുകളുണ്ട് എന്നാണ് വിലയിരുത്തൽ. ഇതിനിടെ കഴിഞ്ഞ 10 വർഷമായി ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് ഷെമി വെളിപ്പെടുത്തിയിരുന്നു. വീട് വെച്ച് മാറിയതോടെയാണ് ക്യാൻസർ രോഗിയായത്. പിന്നാലെ സർജറിയും കഴിഞ്ഞു. ഇക്കാര്യം അയൽക്കാർക്കോ ബന്ധുക്കൾക്കോ ആർക്കും തന്നെ അറിയില്ല. അന്നു മുതൽ ചികിത്സ എടുക്കുന്നുണ്ട്. ഇതിനായി തന്നെ ഒരു തുക ആയിട്ടുണ്ടെന്ന് ഷെമി പറയുന്നു. സങ്കടങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു പൊട്ടിക്കരയാൻ പോലും ഇവർക്കാകുന്നില്ല. തന്നെ കാണാൻ ഇതുവരെ ബന്ധുക്കളോ മറ്റാരും വന്നിരുന്നില്ല. ഈ കടകൊളയ്ക്ക് വന്നത് വീട് വിൽക്കാനായി എടുത്ത ലോണിൽ നിന്നാണ്. അതിൽ പലിശ ഇനത്തിൽ കൂടിയാണ് ഇത്രയും കടം കൂടിയത്. നാട്ടിൽ ആർക്കും അറിയില്ല. ബന്ധുക്കൾക്ക് പോലും ഈ അസുഖമുണ്ടെന്ന് അറിയില്ല. ദൂർത്തടിച്ച് പൈസ കളഞ്ഞിട്ടില്ല. പുതിയ വസ്ത്രം പോലും വാങ്ങിയിട്ട് 2 വർഷത്തോളമായി. അത്തരത്തിൽ ഒരു ദൂർത്തും ഉണ്ടായിട്ടില്ല. 25 ലക്ഷത്തിന്റെ ബാധ്യത ആകെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഷെമി പറഞ്ഞിരുന്നത്. വീട് വിറ്റാൽ ബാധ്യതയും തീർത്ത് മറ്റൊരു കുഞ്ഞു വീട് വാങ്ങാനുള്ള പണം കിട്ടുമായിരുന്നു. സദാസമയം മൊബൈൽ ഫോണിൽ തന്നെയായിരുന്നു അഫാന്റെ ജീവിതം. ഓൺലൈൻ കളികളോടായിരുന്നു കമ്പം. ലോൺ ആപ്പിൽ നിന്ന് പണം കടമെടുക്കും. ആ പണം ചെലവാക്കിയിരുന്നത് ഓൺലൈൻ ഗെയിമുകൾക്കായിരുന്നു. ഒടുവിൽ അതിൽ നിന്ന് കരകയറാൻ കഴിയാതെ വന്നു. ദിനംപ്രതി 2000 രൂപയോളം വേണമായിരുന്നു ബാധ്യത തീർക്കാൻ. കയ്യിലുള്ളതും കടം വാങ്ങി നൽകി. ഒടുവിൽ പണത്തിന് വഴിയില്ലാത്തതോടെ ആകെപ്പെട്ടു. ബാധ്യതകൾ തീർക്കാൻ ആവശ്യപ്പെട്ട് ഓൺലൈനിൽ നിന്ന് സ്ഥിരം വിളിയായതോടെ സംഭവ ദിവസം പണം കടം വാങ്ങാനായി ഷെമിയുടെ കുഞ്ഞുമ്മയുടെ വീട്ടിലെത്തി. എന്നാൽ പണം നൽകാൻ അവർ തയ്യാറായിരുന്നില്ല. അന്ന് വീട്ടിലെത്തിയ ശേഷം അഫാൻ എങ്ങോട്ടോ പോയി. ജീവിതത്തിലെ ഈ ഒരു അവസ്ഥ മറ്റാർക്കും വരത്തരുത് എന്നാണ് ഇപ്പോൾ പ്രാർത്ഥന. അങ്ങനെ ഓരോ ദിവസം തള്ളി നീക്കുകയാണ് ഷെമി റഹീമും. ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ മലയാള സിനിമയിൽ ലഹരി ഉപയോഗം വ്യാപകമാണെന്ന വാർത്തകൾക്കിടെ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 സംവിധായകർ കൊച്ചിയിൽ അറസ്റ്റിലായിരിക്കുകയാണ്. ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. ഛായാഗ്രാഹകൻ സമീർ താഹിറിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് എക്സൈസ് സംഘം ഇരുവരെയും കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവരം. ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഷാലിഹ് മുഹമ്മദ് എന്നയാളും അറസ്റ്റിലായി. സംവിധായകരുടെ കയ്യിൽ നിന്നും 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് പിടിച്ചെടുത്തത്. പിടിയിലായ സംവിധായകർ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് എക്സൈസ് ഇൻസ്പെക്ടറെ ഉദ്ധരിച്ച് ഒരു ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്തു. ലഹരി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംവിധായകരെ എക്സൈസ് സ്ക്വാഡ് പിടികൂടിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം സംവിധായകരെ ജാമ്യത്തിൽ വിട്ടയച്ചു. അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ഖാലിദ് റഹ്മാൻ, ആസിഫ് അലി, രജിഷ വിജയൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ അനുരാഗ കരിക്കിൻ വെള്ളം എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് ഉണ്ട, സ്നേഹം, തല്ലുമാല, ആലപ്പുഴ, ജിംഖാന എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. നോർത്ത്, 24, കാലം, പറവ, മായാനദി, മഞ്ഞുമൽ ബോയ്സ് തുടങ്ങിയ ചിത്രങ്ങളിൽ നടനായും വേഷമിട്ടു. തമാശ, ഭീമന്റെ വഴി എന്നീ ചിത്രങ്ങളിലെ സംവിധായകനാണ് അഷ്റഫ് ഹംസ. തല്ലുമാല എന്ന ചിത്രത്തിന്റെ സഹ എഴുത്തുകാരനായും പ്രവർത്തിച്ചു. അടുത്തിടെയാണ് ലഹരി ഉപയോഗിച്ചതിന് നടൻ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായത്. നടി ബിൻസി അലോഷ്യസിനോട് ഷൈൻ മോശമായി പെരുമാറിയതുമായി ബന്ധപ്പെട്ട പരാതിക്കിടെയായിരുന്നു അറസ്റ്റ്. കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ ഡാൻസ് ഓഫ് സംഘം പരിശോധന നടത്തുന്നതിനിടെ ഷൈൻ ടോം ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. തുടർന്നാണ് നടനെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചത്. മണിക്കൂറുകളോളം ചെയ്ത ചോദ്യം ചെയ്യലാണ് താൻ കഞ്ചാവ് സ്ഥിരമായി ഉപയോഗിക്കുന്നതായി ഷൈൻ ടോം സമ്മതിച്ചത്.
ആലപ്പുഴയിൽ ഹൈബ്രിഡുമായി പിടിയിലായ തസ്ലീമ എന്ന പ്രതിയുമായി തനിക്ക് ഇടപാടുണ്ടായിരുന്നതായും അവരെ അറിയാമെന്നും ഷൈൻ പോലീസിനോട് സമ്മതിക്കുകയായിരുന്നു. ഛായാഗ്രാഹകൻ സമീർ താഹിറിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു ഈ അറസ്റ്റ്. ഗോശ്രീ പാലത്തിന് സമീപത്തുള്ള പൂർവ്വ ഗ്രാൻഡ് ബേയിലുള്ള 506 ഫ്ളാറ്റിൽ വെച്ചായിരുന്നു അറസ്റ്റ്. ഇവിടെ സ്ഥിരമായി പല സിനിമാക്കാരും വന്ന് പോകാറുണ്ടായിരുന്നുവെന്നും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നുമാണ് എക്സൈസിന് രഹസ്യ വിവരം ലഭിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സംവിധായകർ പിടിയിലായത്. തങ്ങൾ അവിടെ എത്തുമ്പോൾ ഇവർ കഞ്ചാവ് ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നുവെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോട്ടലിൽ പരിശോധന നടത്തിയത്. ഞങ്ങൾ റൂമിൽ ചെന്നപ്പോൾ ഈ 2 സംവിധായകരും അവരുടെ ഒരു സുഹൃത്തും ഇത് ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴാണ് പിടികൂടിയത്. 1.63 ഗ്രാം കഞ്ചാവാണ് പിടിച്ചത്. ഇവർക്ക് ഇത് നൽകിയ ആളിനെ കുറിച്ചുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. ഇയാളെ കുറിച്ച് അന്വേഷിച്ചു വരികയാണ്. സ്മോൾ ക്വാണ്ടിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യത്തിൽ വിടാതിരിക്കാനാകില്ല. ഇവർ എപ്പോഴും ലഹരി ഉപയോഗിക്കുന്നവർ തന്നെയാണ്. 4-5 വർഷമായി ഉപയോഗിക്കാറുണ്ട്. ഫ്ളാറ്റിൽ സിനിമാക്കാർ വരുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. മുറിക്കുള്ളിലേക്ക് കഞ്ചാവ് ഉപയോഗിക്കാൻ ചില സിനിമാ താരങ്ങൾ വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ ആരാണ് വരുന്നതെന്ന് കൃത്യമായി വിവരം ലഭിച്ചില്ല. ആരുടെയും പേരും സംവിധായകരും വെളിപ്പെടുത്തിയിട്ടില്ല. ഇവർക്ക് കൊടുത്തത് ഇടനിലക്കാരനാണ്. ഇയാളെ കുറിച്ചുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ കണ്ടെത്തി അതിന് പിന്നിലുള്ള ആളെക്കുറിച്ച് അന്വേഷിക്കണം. ഇടനിലക്കാരനെയും അറസ്റ്റ് ചെയ്ത് വിട്ടയക്കാനേ സാധിക്കൂ. കാരണം കുറഞ്ഞ അളവിൽ മാത്രമാണ് കഞ്ചാവ് കൊടുത്തത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതേസമയം ആലപ്പുഴ ജിംഖാന എന്ന തന്റെ ഏറ്റവും പുതിയ ചിത്രം തിയേറ്ററിൽ നിറഞ്ഞോടുന്നതിനിടയിലാണ് ഖാലിദ് റഹ്മാൻ അറസ്റ്റിലായത്. അറസ്റ്റിൽ ഇതുവരെ സംവിധായകരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമൊന്നും ഉണ്ടായിട്ടില്ല. സിനിമാ സംഘടനകളും പ്രതികരിച്ചിട്ടില്ല. മലയാള സിനിമാ മേഖലയിൽ തങ്ങൾ മാത്രമല്ല ലഹരി ഉപയോഗിക്കുന്നതെന്ന് നേരത്തെ ഷൈൻ ടോം ചാക്കോ പോലീസിന് മൊഴി നൽകിയിരുന്നു. സിനിമയെ നിരവധി പേർ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ടും തന്റെയും ശ്രീനാഥ് ഭാസിന്റെയും പേര് മാത്രമാണ് വാർത്തകളിൽ വരുന്നതെന്നായിരുന്നു ഷൈൻ പറഞ്ഞത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ തലകൾ ഉരുളുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്.